ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. നഥാനയേലിനോട് യേശുമ്പുരാൻ പറയുന്ന വചനമാണിത്. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അരിയിലേക്ക് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും എന്ന് പറയുകയാണ്. ഇതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം നമുക്കും തന്നിട്ടുണ്ട് ദൈവതമ്പുരാൻ. നമ്മൾ ഓരോരുത്തരോടും ദൈവം പറയുന്ന ഒരു വചനമാണിത്. നമുക്കറിയാം, സഹോദരങ്ങളായ പത്രോസും അന്ത്രയാസും, അത് കഴിഞ്ഞ് മറ്റു 2 സഹോദരങ്ങളായ യാക്കോബ്, യോഹന്നാൻ, ഇവർ 4 പേരും മുക്കുവരാണ്. മീൻപിടുത്തമാണ് അവരുടെ ജീവനമാർഗം. ആ മുക്കുവരായ 4 പേരെ ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ച് അടുപ്പിക്കുമ്പോൾ, ശിഷ്യന്മാരായി വിളിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ്. മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ്. എന്നാൽ നഥനയേലിൻ്റെ അർത്ഥം തന്നെ, പേരിൻ്റെ അർത്ഥം തന്നെ ഗിവൺ ബൈ ഗോഡ് എന്നാണ്. ദൈവം തന്നവൻ എന്നാണ്. ദൈവത്താൽ കിട്ടപ്പെട്ടവൻ, ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ് എന്നൊക്കെ അർത്ഥമുണ്ട്. ആ നഥനയേലിൻ്റെ ശീലമെന്ന് പറയുന്നത് ന്യായപ്രമാണം ധ്യാനിക്കുക എന്നുള്ളതാണ്. അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ അവന് ദിവസവും ചെയ്യുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ പോലെ ആരാധനയുടെ ജീവിതമാണ്. അതായത് ന്യായപ്രമാണം ധ്യാനിക്കുക, ഗ്രഹിക്കുക, പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു നഥനയേൽ. അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ നിന്ന്, അറബിമാരിൽ നിന്ന് ന്യായപ്രമാണമൊക്കെ പഠിച്ചിട്ട്, തോറയൊക്കെ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് നഥനയേൽ. ആ നഥനയേലിനെ ദൈവതമ്പുരാൻ വിളിച്ചടുപ്പിക്കുമ്പോൾ അവന് കൊടുക്കുന്ന വാഗ്ദാനമാണ്, ന്യായപ്രമാണമൊക്കെ പാലിച്ച് നടക്കുന്നതിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. ആമീൻ ആമീൻ, നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അരികിലേക്ക് ദൈവദൂതന്മാർ കയറിയും ഇറങ്ങിയും നീ കാണും എന്ന് പറയുക. നമുക്കറിയാം, സത്യത്തിൽ ഈ ഒരു ദർശനം, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ സ്വർഗത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടത് ഗോത്രപിതാവായ യാക്കോബാണ്. നമുക്കറിയാം, യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കുതികാൽ വെട്ടി, വഞ്ചകൻ, കാലുവാരി എന്നൊക്കെയാണ്. ആ യാക്കോബ് തൻ്റെ ജീവിതയാത്രയിൽ, ജീവിതത്തിൻ്റെ ആ കഷ്ടപ്പാടിലും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ ബേഥേൽ എന്നൊരു സ്ഥലത്ത് വെച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പനെ പറ്റിച്ചു, ചേട്ടനെ പറ്റിച്ചു, അങ്ങനെ വീട്ടിൽ നിന്ന് നിൽക്കുകണിയില്ലാതെ അവൻ ഓടി ബേഥേലിൽ അങ്ങനെ എത്തുമ്പോൾ അവിടെ ഭയങ്കര കഷ്ടപ്പാടും പ്രയാസങ്ങളും കടന്നു പോകുമ്പോൾ അവൻ ഓർക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എന്തുമാത്രം സന്തോഷമായിരുന്നു, ഇന്ന് അതൊക്കെ ഞാൻ എൻ്റെ തെറ്റുകൊണ്ട് തന്നെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അനുദപിക്കുകയാണ്. അവരോടൊക്കെ ഞാൻ ചെയ്തത് പാവമാണെന്നൊക്കെ ഇങ്ങനെ അനുദപിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അത് കല്ലുകൾ പോലും തലയിണയായി വെച്ച് ഉറങ്ങേണ്ടുന്ന സന്ദർഭം അത്രമാത്രം കഷ്ടപ്പെടാം. അങ്ങനെ വേദിയിൽ വെച്ച് അവന് ഇങ്ങനെ ഒരു തലയിണ വെച്ച് ഉറങ്ങുമ്പോഴാണ് ഈ ദർശനം കാണുന്നത്. കാരണം അവൻ്റെ സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു ഗോവേണി ഭൂമിയുമായി ബന്ധിക്കാൻ വെച്ചിട്ടുണ്ട്, അതിലൂടെ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുക. ഈ ഒരു ദർശനം, അതായത് അവൻ്റെ ഹൃദയം നുറുങ്ങിയപ്പോൾ ആ നുറുങ്ങിയ ഹൃദയത്തിനുള്ള പ്രാർത്ഥന ദൈവദൂതന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് അവനെ ആശ്വസിപ്പിക്കാൻ ദൈവകൃപ കൊണ്ട് ദൂതന്മാർ ഇറങ്ങി വരുന്നതാണ് അവിടെ അവൻ കാണുന്നത്. അപ്പം ഈ യാക്കോബ് പിന്നെയും തൻ്റെ ആ പ്രയാണം തുടർന്ന് ഇസ്രായേലിൻ്റെ കൂടി ഇഷ്ടംപോലെ ആടുമാടുകളും ഇത്ര വലിയ സമ്പത്തുണ്ടാക്കിയപ്പോൾ അവനൊരു മടങ്ങിവരവ് നടത്തിയാണ്. ഈ പിതാവിൻ്റെ അടുത്തേക്ക്, തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കിലേക്ക് അവൻ ഹൃദയം നൊന്ത് ഒരു മടങ്ങിവരവ് നടത്തുന്നുണ്ട്. ഈ മടങ്ങിവരവിൽ യാബോക്ക് നദിയുടെ കരയിൽ അവൻ്റെ ആടുമാടുകളെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ അക്കരെ കടത്തി. എന്നിട്ട് രണ്ടാമത് അവന് ഹാരാനിൽ നിന്നുള്ള യാത്രയാണ്. അപ്പോൾ അവന് ഈ രണ്ടാമത് അവരെ മക്കളെയും എല്ലാം സമ്പത്തിനെയും ഒക്കെ അക്കരെ കടത്തിയിട്ട് അവന് ഒറ്റയ്ക്കൊരു കുമ്പസാരമുണ്ട്. യാബോക്ക് കടവിൻ്റെ ഇക്കരെ വീണ്ടും വന്നിട്ട് ആ രാത്രിയിൽ അവൻ ദൈവത്തോട് കുമ്പസാരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ എന്നെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ അഭിമുഖീകരിക്കുന്നത്, എൻ്റെ അപ്പനെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൻ ചെയ്ത പാപങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ
വീഴ്ചകളും അവൻ അനുഭവിക്കാം. ഇങ്ങനെ അനുഭവിച്ച് ആ രാത്രി അനുഭവിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരുവാണ്, ദൈവദൂതൻ അവിടെ ഇറങ്ങി വരുവാണ്. അവൻ അറിയുന്നില്ല ദൈവദൂതനാണെന്ന്. അവൻ്റെ നുറുങ്ങിയ ഹൃദയത്തിലുള്ള പ്രാർത്ഥന കേട്ട് അനുഭവിച്ച ഹൃദയത്തിൻ്റെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വരിക. ദൈവം ഇറങ്ങി വന്ന് ആ രാത്രി മുഴുവൻ ദൈവദൂതൻ അവനോട് മല്ലിടുകയാണ്. അങ്ങനെ മല്ലിട്ട് നേരം വെളുപ്പായപ്പോൾ ദൈവദൂതനെ വിട്ടുപോകാൻ തുടങ്ങുമ്പം അവൻ പറയുവാണ്, അല്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്നെ വിടുകയില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ ദൈവദൂതൻ നിർബന്ധിച്ച് അവൻ അനുഗ്രഹം കൊടുക്കും പറയുകയാണ്, നീ ദൈവത്തോടും മനുഷ്യനോടും മത്സരിച്ചതുകൊണ്ട് ഇനിമേൽ നിൻ്റെ ഒരു യാക്കോബല്ല നീ. കാരണം നീ ഒരു കുതികാൽ വെട്ടിയോ അല്ലെങ്കിൽ ചതിയനോ വഞ്ചകനമായിട്ടല്ല അറിയപ്പെടുന്നത്. നീ കാപട്യമില്ലാത്തവൻ എന്ന പേരിൽ ഇസ്രായേലിയൻ എന്ന് അറിയപ്പെടേണ്ടത്. അതായത് വൺ ഹൂ റസൽസ് വിത്ത് ഗോഡ്, അതായത് ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയവൻ എന്ന പേരിലാണ് നീ അറിയപ്പെടുന്നത്, ഇസ്രായേലിയൻ. അതാണ് ഇസ്രായേലിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. വൺ ഹൂ റസൽസ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ഗുസ്തി പിടിച്ചവൻ എന്നത് വരും. ദൈവം അത് കാപട്യമില്ലാത്തവൻ, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലും അതിനെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. അങ്ങനെ ഇസ്രായേലിയൻ, അങ്ങനെയാണ് ഈ യാക്കോബിൻ്റെ പഴയ നിയമത്തിൽ യാക്കോബിൻ്റെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഈ പുതിയ നിയമത്തിൽ നമ്മൾ നഥനയേലിനെ കാണുന്നത്. അതായത് ന്യായപ്രമാണമൊക്കെ വായിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മൽപ്പിടുത്തം പോലെ ദൈവവുമായിട്ടുള്ള അനുഗ്രഹം കർത്താവിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്ന ഒരു നഥനയേലാണ് കാണുന്നത്. അപ്പം അവിടെയാണ് ഈ നഥനയേലിന് ഈ ഒരു സൗഭാഗ്യം കിട്ടുന്നത്. സ്വർഗം തുറന്നിരിക്കുക, അവൻ്റെ ആ പ്രാർത്ഥനകളെല്ലാം ദൈവദൂതന്മാർ സ്വർഗത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ദൈവകൃപ അവനെ വീണ്ടും ഇറങ്ങി വന്ന് ദൈവന്മാർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അനുഭവം സത്യത്തിൽ ആ വാഗ്ദാനം ദൈവം നമുക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. നമ്മൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ കയറ്റവും ഇറക്കവുമാണ്. പട്ടക്കാരൻ വിശുദ്ധ മധുവായുടെ പടികളിൽ മണ്ണിൻ വിളകളുമായി വിശുദ്ധ മധുവായുടെ പടികൾ കയറുമ്പോൾ അവിടെ അപ്പവീഞ്ഞുകളിൽ ആവശ്യിക്കുന്നതിനായിട്ട് യേശുമ്പുരാൻ സ്വയം ഇറങ്ങി വരുന്നുണ്ട്. ആ അപ്പവീഞ്ഞുകളെ കർത്താവിൻ്റെ തിരുശരക്തങ്ങളായി മാറ്റുകയാണ്. അപ്പം ഈ ഒരു കയറിയിറക്കം നമ്മൾ എല്ലാ കുർബാനകളിലും നമ്മൾ കാണുകയാണ്. ഈ ഒരു ദർശനം, ഈ ഒരു ഭാഗ്യമാണ്, ഈ സൗഭാഗ്യമോഹത്തിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുന്നത്. നമുക്കും ഇതൊരു സാധ്യതയാണ്. നമുക്കും ഒരു നഥനയേലാവാം, ഒരു യാക്കോബാവാം. നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ വീഴ്ചകൾ വരാം. നമ്മളെല്ലാം മാനുഷികമായ ബലഹീനത ഉള്ളവരാണ്, പാപം ചെയ്യാം, എല്ലാം ചെയ്യാം. എന്നാൽ യാക്കോബിനെ പോലെ ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. നുറുങ്ങിയ ഹൃദയത്തോടെ നമ്മൾ ചെയ്ത തെറ്റുകൾ, പാവങ്ങളൊക്കെ ദൈവമുമ്പാകെ ഏറ്റുപറയുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, നുറുങ്ങിയ ഹൃദയത്തിൻ്റെ ആ പ്രാർത്ഥനകൾ ദൈവദൂതന്മാർ ഈ ഏണിപ്പടിയിലൂടെ സ്വർഗത്തേക്ക് കൊണ്ടു അവിടുന്ന് കൃപകൾ നമ്മൾ ചൊരിഞ്ഞു തരും. അതുകൊണ്ട് ഇതൊരു സാധ്യതയാണ്. നമുക്കും ഒരു നഥനയേലാവാം. നമ്മുടെ ഹൃദയം തുടങ്ങിയ പ്രാർത്ഥനകൾ ദൈവം കൊണ്ടുപോയിട്ട് നമുക്കും ആ സൗഭാഗ്യത്തെ നഥനയേലിനോടൊപ്പം യാക്കോബിനോടൊപ്പം ചേർന്ന് ആ സ്വർഗീയ അനുഭവം, ആ വിശുദ്ധ കുർബാനയിൽ ആ ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്ന ആ ഒരു അനുഭവം കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. അതിന് നമുക്ക് മാനസികമായി, ശാരീരികമായി, ആത്മീയമായി ഒരുങ്ങാം. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് ഇരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.